ഇപ്രാവശ്യം പറയുന്നത് രാജാ സീറ്റിനെ കുറിച്ചാണ്. മ്യൂസിക്കൽ ഫൗണ്ടൻ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു എന്ന ബോർഡ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. 8 വയസ്സിന് മുകളിലുള്ളവർക്ക് 10 രൂപ. രാജാ സീറ്റ് ഗാർഡനിൽ മഴയാണ് നമ്മളെ വരവേറ്റത്. രാവിലെ 8:30 മുതൽ രാത്രി 7:30 വരെയാണ് ഇവിടുത്തെ സമയം. രാത്രി വരുന്നത് മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാനായിരിക്കും, അല്ലാതെ കാഴ്ച കാണാനായിരിക്കില്ല എന്ന് കരുതുന്നു. നമ്മുടെ കൂർഗിലെ അവസാന ദിവസത്തെ സന്ദർശനം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഏറ്റവും അടുത്ത രാജാ സീറ്റായിരുന്നു, ഏതാനും കിലോമീറ്ററുകൾക്കരികിൽ. അവസാന ദിവസത്തേക്ക് മാറ്റിവെച്ച ആ സന്ദർശനം മഴയിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മഴയും മഞ്ഞും കൊണ്ട് രാജാ സീറ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല. കുടയും കൊണ്ട് വെറുതെ ചുറ്റിയടിച്ചു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? നമ്മളെ പോലെ തന്നെ ഒരുപാട് സന്ദർശകർ അവിടെ ഉണ്ടായിരുന്നു. റെയിൻകോട്ട് ഇട്ട് വന്നവരും കുറവല്ല. ടോയ് ട്രെയിനിന്റെ പാലം ഒക്കെ കണ്ടു. നമ്മൾ ചെന്ന സമയം അത് പ്രവർത്തനക്ഷമമായിരുന്നില്ല. കൂർഗ് ജില്ലയിലെ മടിക്കേരിയിലെ ഒരു സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് രാജാ സീറ്റ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള തണുപ്പുള്ള മാസങ്ങളാണ് രാജാ സീറ്റ് സന്ദർശിക്കാൻ പറ്റിയ സമയം. രാജയുടെ ഇരിപ്പിടം, അതായത് ഇഷ്ടികയെ ചാന്നുകൊണ്ട് നിർമ്മിച്ചതും കമാനങ്ങളും 4 തൂണുകൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു ഘടനയാണ് രാജാവിന്റെ ഇരിപ്പിടം. 1600 മുതൽ 1834 വരെ 200 വർഷത്തോളം കർണാടക ഭരണാധികാരികളായിരുന്ന കുടകിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. താഴ്വരയുടെ അതിമനോഹരമായ കാഴ്ചയ്ക്കും വളരെ മുന്നിലായി ഉരുളുന്ന പർവ്വതനിരകൾക്കും അനുയോജ്യമായ സ്ഥലമായിരുന്നു ഇരിപ്പിടം. ഇത് പടിഞ്ഞാറ് അഭിമുഖമായതിനാൽ മനോഹരമായ സൂര്യാസ്തമയ ദൃശ്യം പകർത്താൻ അനുയോജ്യമായ സ്ഥലമായി ഇത് പ്രവർത്തിച്ചു. അതിനാൽ രാജാക്കന്മാരും അവരുടെ രാജ്ഞിമാരും കൂർഗിലെ പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടങ്ങൾക്കും ശുദ്ധമായ മുടൽമഞ്ഞുള്ള വായുവിനുമിടയിൽ ഇവിടെ നിന്ന് സൂര്യാസ്തമയം വീക്ഷിച്ചു.